Sony A7S III Lumix S5 Mark II. Which one is better? എല്ലാവർക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. രണ്ടും വീഡിയോ സെൻട്രിക് ക്യാമറാസ് ആണ്. രണ്ട് ക്യാമറയും വീഡിയോ സെൻട്രിക് ക്യാമറാസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. ആക്ച്വലി നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ലുമിക്സ് S5 Mark II Xൽ എടുക്കുന്ന ഫുട്ടേജ് ആണ്. ഈ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ല. നമ്മൾ ആകെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിലൊരു ഫില്ല് കിട്ടാനായിട്ട് ഒരു വീഡിയോ ലൈറ്റും സൈഡിൽ നിന്നൊരു LCയും കൊടുത്തിട്ടുണ്ട്. ഇതേ ഒരു സെറ്റപ്പിൽ തന്നെയായിരിക്കും നമ്മൾ സോണി A7S III കാണാൻ പോകുന്നത്. നമുക്കത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുമിക്സിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോണി A7S III എടുത്ത ഫുട്ടേജാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് വലിച്ചു കിട്ടാണ്ട് നമുക്ക് ഇതിന്റെ കമ്പാരിസണിലേക്ക് പോകാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ രണ്ട് ക്യാമറയും വീഡിയോഗ്രാഫി പർപ്പസിനായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ബേസിക്കലി എല്ലാവരും ആദ്യം നോക്കിക്കാണുന്നത് കോസ്റ്റാണ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലുമിക്സ് S5 Mark II Xന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.5 ലക്ഷം രൂപ മേളാണ്. അതേസമയം നമ്മുടെ ഈ സോണിയിലേക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 50,000 രൂപയ്ക്ക് മേളിലാണ് സോണിക്ക് റേറ്റ് കൂടുതൽ വന്നിരിക്കുന്നത്. അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ സോണിയുടെ ബ്രാൻഡ് വാല്യൂ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ക്വാളിറ്റി വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. നമ്മൾ ബോഡി പോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ലെൻസ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സോണിയുടെ G Master 50mm ലെൻസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. ഇപ്പോൾ അത് അതേ കുറച്ച് നമ്മുടെ ലുമിക്സിന്റെ ലെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 60,000 രൂപ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ തന്നെ ഒരു മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. എൻ്റെ ഒരു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം അതൊരു ബ്രാൻഡ് വാല്യൂ ആയിട്ട് ഞാൻ കാണത്തുള്ളൂ. കാരണം രണ്ട് ക്യാമറയും അതിൻ്റെതായ കാര്യത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ക്യാമറാസാണ്. നമ്മുടെ ഈ ലുമിക്സ് S5 Mark II Xന് വരുന്നത് ഫുൾ ഫ്രെയിം 35mm CMOS സെൻസറാണ്. പക്ഷേ നമ്മുടെ സോണിയിലും വരുന്നത് 35mm ഫുൾ ഫ്രെയിം CMOS സെൻസർ തന്നെയാണ്. നമ്മൾ രണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മികച്ച സ്റ്റെബിലൈസേഷൻ എന്നുള്ളത് നമ്മുടെ ലുമിക്സിലാണ്. നമുക്കിതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുമിക്സ് S5 Mark II Xന്റെ വീഡിയോ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോണി A7S IIIയുടെ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാവുന്നുണ്ട് രണ്ടും തമ്മിൽ. വലിച്ചു നിൽക്കേണ്ട നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റീനെയും ഡൈനാമിക് റേഞ്ചിനെയും പറ്റി ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫുട്ടേജ് എടുക്കുന്നത് ലുമിക്സ് X5 Mark IIലാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ലുമിക്സിലായിരിക്കും കുറച്ചുകൂടി ക്വാളിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഈ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അതിൽ നോക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കളർ ടോണും അതിൻ്റെ ഷാഡോയും ഡെപ്തും കാര്യങ്ങളൊക്കെ. എങ്ങനെ നോക്കിയാലും നമ്മുടെ സോണിയേക്കാളും ഒരു പടി മുകളിലാണ് എന്തായാലും ലുമിക്സ് X5 Mark II എന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഗുണം കിട്ടുന്നത് നമ്മുടെ ലോ പ്രൊഫൈൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. നമ്മുടെ സോണിയിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ S-Log ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. പക്ഷെ നമ്മുടെ ലുമിക്സിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫൈലായിട്ടുള്ള V-Log ആണ്. നമ്മളിപ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസിനെ പറ്റി പറയുവാണെങ്കിൽ സോണിനെ ബീറ്റ് ചെയ്യാനായിട്ട് ലുമിക്സിന് ഒരിക്കലും പറ്റില്ല. അത് നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസിൽ സോണി ആയിരിക്കും എല്ലാ ഒരു ബ്രാൻഡിനേക്കാളും മികച്ചത്. ഇപ്പോൾ ഈ ലോ ലൈറ്റ് കണ്ടീഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ISO കൂട്ടുക എന്നുള്ളത്. നമ്മൾ എത്ര ISO കയറ്റിയിട്ടാലും നമ്മുടെ സോണിയിൽ ആ ഒരു ക്വാളിറ്റി പോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രെയിൻസ് വരികയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ലുമിക്സിൽ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ISO കയറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സും ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ഇനി അതേപോലെ തന്നെ നമ്മൾ FPS പറ്റി നോക്കുമ്പോഴത്തേക്കും നമുക്ക് സോണിയിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4K 10 ബിറ്റിൽ 100 ഫ്രെയിംസിൽ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സ്ലോ മോഷനൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 FPS അല്ല അതിൽ കൂടുതൽ ഷൂട്ട് ചെയ്യണം. പക്ഷെ നമുക്ക് സോണിയിൽ വരുന്നത് 4K 10 ബിറ്റിൽ 100 FPS വരെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലുമിക്സിലാകുമ്പോഴത്തേക്കും 4K 10 ബിറ്റിൽ നമുക്കൊരു 50 ഫ്രെയിംസ് വരെയൊക്കെ പറ്റുന്നുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുമിക്സിൽ ഓപ്പൺ കയറ്റിയിട്ട് നമുക്ക് 6K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ സോണിയിൽ അത് പറ്റൂല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് 6K അത്ര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഫോക്കസ് എന്നുള്ളത്. എങ്ങനെ നോക്കിയാലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ രണ്ടും കോമൺ ആണ്. പക്ഷേ എങ്കിൽ പോലും സോണിയുടെ ഫോക്കസിൻ്റെ അടുത്ത് പോലും നമ്മുടെ ലുമിക്സ് എത്തത്തില്ല. കാരണം സോണിയുടെ ഫോക്കസ് നമുക്ക് ഭയങ്കര ആക്യുറേറ്റ് ആണ്. നമുക്കിപ്പോൾ ഹ്യൂമൻ ഫേസ് ഡിറ്റക്ഷൻ ആണെങ്കിലും ഐ ഡിറ്റക്ഷൻ ആണെങ്കിലും പക്ക ഒറിജിനൽ എന്താ പറയുക പക്ക അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലുമിക്സിനെ സോണിയുടെ ഫോക്കസിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പോരാത്തതിന് നമ്മുടെ സോണിയുടെ G Master ലെൻസ് കൂടി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പറയാതിരിക്കുക നമുക്കൊരു ഭയങ്കര ആക്യുറേറ്റ് പെർഫോമൻസ് ആയിരിക്കും. നമ്മുടെ ഹ്യൂമൻ ഫേസ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഫ്രെയിം ഔട്ട് ആയി പോയാൽ പോലും തിരിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സോണി ഇത് ട്രാക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കാർ ആയിക്കോട്ടെ എന്തൊരു ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ട്രാക്ക് ഓൺ ആയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഔട്ട് പോയിട്ട് റിട്ടേൺ വന്നാൽ പോലും നമ്മുടെ സോണി ഒരു ബ്രീത്തിങ് പോലും ഇല്ലാണ്ട് അത് നമ്മൾ ട്രാക്ക് ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ ലുമിക്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഫേസ് ഡിറ്റക്ഷനൊക്കെ ലുമിക്സിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ഒബ്ജക്റ്റിനെ കാര്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബ്രീത്തിങ് ആണ് ലുമിക്സിൻ്റെ മെയിൻ ഇഷ്യൂ. ഫോക്കസിൻ്റെ കാര്യത്തിൽ നമ്മുടെ സോണി തന്നെയാണ് എപ്പോഴും ബെസ്റ്റ് എന്നുള്ളത്.
ഇനി നമ്മൾ ഓവറോൾ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഓരോരുത്തരുടെയും യൂസ് ഡിഫറൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോണി ആയിക്കോട്ടെ, നമ്മുടെ ലുമിക്സ് ആയിക്കോട്ടെ, ഇത് രണ്ടും രണ്ട് തരത്തിലെ യൂസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ ഇപ്പോൾ ഡെയിലി ലൈഫ് യൂസിന് പ്രൊഡക്റ്റ് ഷൂട്ടിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ സോണി ആയിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഞാനൊരു ട്രൈപോഡിൽ ക്യാമറ വെച്ച് നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ ആക്ച്വലി ലുമിക്സ് വാസ് ബെറ്റർ. അപ്പോൾ ഓരോ രീതിയിലും രണ്ട് ക്യാമറയും രണ്ട് തരത്തിലും വളരെ മികച്ച തന്നെയാണ്. അതൊരു എന്താ പറയുക, വിച്ച് വൺ ഈസ് ബെറ്റർ എന്നുള്ള ചോദ്യത്തിന് അവിടെ ഒരിക്കലും പ്രസക്തി ഇല്ല. ഇപ്പം നിങ്ങളുടെ യൂസ് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് എടുക്കലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കലോ, ഇപ്പോൾ ഇതേപോലെ ഒരു സ്റ്റാറ്റിക് ഫ്രെയിം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഒരു വിഷയമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ലുമിക്സ് എന്തുകൊണ്ടും മികച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ആ ഒരു ബഡ്ജറ്റിൽ അതിൻ്റെതായ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ലുമിക്സ് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം നിങ്ങൾക്കറിയോ, നമ്മുടെ ഈ ലുമിക്സ് X5 Mark X എന്നുള്ളത് നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സിനിമ ക്യാമറയുടെ കാറ്റഗറിയിൽ പെടുന്നൊരു ക്യാമറ. പക്ഷെ നമ്മുടെ സോണി A7S3 എന്ന് പറയുന്നത് ആ ഒരു ഇതിലില്ല, ലിസ്റ്റിലില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ലുമിക്സ് എന്നുള്ളത് എത്ര ചില്ലറക്കാരനല്ല എന്നുള്ളത്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു വെഡിങ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിപ്പം 24 mm ആവശ്യം വരും, 35 mm ആവശ്യം വരും, 50 mm ആവശ്യം വരും, ഇപ്പോൾ 200 വരെ ആവശ്യം വരും. പക്ഷേ നമുക്ക് സോണി ആണെങ്കിൽ നമുക്കിപ്പം ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചേട്ടാ കുറച്ചൊന്ന് ലെൻസ് വരും, നമുക്ക് യൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ലുമിക്സിൻ്റെ ക്യാമറാസ് അങ്ങനെ പൊതുവെ കാണാത്തതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം രണ്ടിൻ്റെയും ലെൻസ് മൗണ്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ സോണി എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ ഇ മൗണ്ടും നമ്മുടെ ലുമിക്സ് എൽ മൗണ്ടുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സോണിയുടെ ലെൻസ് അതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50 mm ലെൻസ് ഇല്ലെങ്കിൽ നമുക്ക് റെൻറ്റിനും എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് സോണിയുടെ ആണെങ്കിൽ നമുക്കിപ്പോൾ മിക്ക സ്ഥലത്തും നമുക്ക് സോണിയുടെ ലെൻസ് ഒക്കെ റെൻറ്റിന് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ലുമിക്സിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സോണി A7S3, A7S2, നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ Mark 4, Mark 3 അങ്ങനെ പല വേരിയൻറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഏത് ക്യാമറയായിട്ടാണ് കമ്പാരിസൺ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ലുമിക്സ് S5 Mark X. അപ്പോൾ എടുത്തു പറയാനുള്ള ഫ്യൂച്ചറിൽ ഇതേപോലുള്ള കമ്പാരിസൺ വീഡിയോസും ടെക് വീഡിയോസും റിവ്യൂസും ടെക് ന്യൂസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് PB Hacks.